ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദർപ്പൺ രജിസ്ട്രേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ദർപ്പൺ എന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിതി ആയോഗ് വികസിപ്പിച്ചെടുത്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇത് സ്വയം സേവാ സംഘടനകൾക്കും സന്നദ്ധ സംഘടനകൾക്കും NGOs, ട്രസ്റ്റ്, സൊസൈറ്റി, സെക്ഷൻ 8 കമ്പനികൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സംഘടനകൾക്ക് സർക്കാർ പദ്ധതികളിൽ പങ്കാളികളാകാനും ധനസഹായം നേടാനുമുള്ള അവസരം ലഭിക്കുന്നു. ദർപ്പൺ രജിസ്ട്രേഷൻ്റെ പ്രധാന ഗുണങ്ങൾ: സുതാര്യത ഉറപ്പാക്കുക, സർക്കാർ പദ്ധതികളിൽ പങ്കാളികളാകാൻ സാധ്യത, സർക്കാർ ഗ്രാൻറ്റുകൾക്ക് അർഹത, മറ്റു സംഘടനകളുമായി സഹകരിക്കാനുള്ള അവസരം. ഇന്ത്യയിലെ എല്ലാ NGOകൾക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗൂഗിളിൽ NGO ദർപ്പൺ ടൈപ്പ് ചെയ്യുക. NGOdarpan.gov.in എന്നൊരു വെബ്സൈറ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം NGOയുടെ പേര് ടൈപ്പ് ചെയ്യുക. പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ നെയിം ടൈപ്പ് ചെയ്യുക. ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. തന്നിരിക്കുന്ന ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും ഒരു OTP ലഭിക്കുന്നതാണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായി ഓർഗനൈസേഷൻ പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. താഴെ ഐ അഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇൻസ്ട്രക്ഷനിൽ തന്നതുപോലെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ID നിങ്ങൾക്ക് പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID യൂസ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ 5% കംപ്ലീറ്റഡ് എന്ന ഓപ്ഷൻ കാണാം. തൊട്ടു താഴെ കാണുന്ന ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം. അതിലാദ്യം ക്ലിക്ക് ഹിയർ ടു ഫിൽ NGO ഡീറ്റെയിൽസ്. അതിൽ പാൻ നമ്പറും ഓർഗനൈസേഷൻ നെയിമും ഓട്ടോമാറ്റിക് വരും. തുടർന്ന് NGO അഡ്രസ്, സ്റ്റേറ്റ്, പിൻകോഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. ഇമെയിൽ IDയും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അടുത്തതായിട്ട് രജിസ്റ്റേർഡ് വിത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ എൻറ്റിറ്റി സെലക്ട് ചെയ്യുക. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണോ, രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് ആണോ. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രൈവറ്റ് സെക്ഷൻ കമ്പനീസ് ആണോ, രജിസ്റ്റേർഡ് സൊസൈറ്റി ആണോ, ട്രസ്റ്റ് ആണോ, അതർ രജിസ്ട്രേഷൻ എൻറ്റിറ്റി ആണോ, ഏത് ഓപ്ഷനാണ്. ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റി ഓപ്ഷൻ എടുക്കുക. തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നമ്പറാണ്. ഇത് നിങ്ങൾക്ക് സൊസൈറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലോ ട്രസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ സർട്ടിഫിക്കറ്റിൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. അടുത്തത് അപ്ലോഡ് RC എന്ന ഓപ്ഷനാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അതിൽ സൈസ് 2 MB സൈസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. PDF അല്ലെങ്കിൽ JPG ഫയലായിട്ട് വേണം സേവ് ചെയ്യാൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, പേരിൽ ഫയലിൻ്റെ നെയിം സേവ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈസ് NGO രജിസ്ട്രേഷൻ വാലിഡിറ്റി അവൈലബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോ ക്ലിക്ക് ചെയ്യുക. FCRA അവൈലബിൾ ചോദിക്കുന്നുണ്ട്. FCRA രജിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തൊട്ട് മുകളിലായിട്ട് ആക്ട് നെയിം എന്നൊരു കോളം ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ ഏത് ആക്റ്റിൽ കീഴിലാണ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ ആക്ട് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ NGO ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇപ്പോൾ ടാബ് കാണാം. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്കത് ഫിൽ ചെയ്തതായിട്ട് കാണാം. അടുത്തൊരു ടാബ് എന്ന് പറയുന്നത് മെമ്പർ ഡീറ്റെയിൽസ് ആണ്. ഇനി നമുക്ക് മെമ്പർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് 3 മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവരുടെയൊക്കെ പാൻ നമ്പറും ആധാർ നമ്പറും വേണം. അപ്പോൾ നമുക്ക്
അതിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ചെയർമാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഈ പാൻ നമ്പറും ആധാർ നമ്പറും അവൈലബിൾ ആയിട്ടുള്ള 3 വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആഡ് ഓഫീസ് ബെയറേഴ്സ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ പേര് ടൈപ്പ് ചെയ്യുക, മെയിലാണോ ഫീമെയിലാണോ ക്ലിക്ക് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക, ഡെസിഗ്നേഷൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഒത്തിരി ഡെസിഗ്നേഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കീ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതുപോലെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്നു മുതലാണ് ഈ മെമ്പർ ആക്റ്റീവ് ആയത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഡേറ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്തതിന് ശേഷം പാൻ നമ്പറിന് താഴെ ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആധാർ നമ്പറിന് താഴെ ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് ചേഞ്ചസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 1 മുതൽ 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്ക് സെയിം ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ 2 മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആഡ് മെമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് 3 പേരുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മെമ്പർ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. 3 പേരുടെ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അടുത്ത ടാബ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോഴ്സ് ഓഫ് ഫണ്ടാണ് അടുത്ത ടാബ്. ഇതിൽ താഴെയായിട്ട് ഫണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് 3 വർഷത്തെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. ഗ്രാൻഡ് സാങ്ഷൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിൽ താഴെയായിട്ട് ബോക്സിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. അടുത്ത വർഷം സെലക്ട് ചെയ്യുക. ഇതുപോലെ 3 ഡീറ്റെയിൽസും സേവ് ചെയ്യുക. അടുത്ത ഓപ്ഷനാണ് കീ കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ. അതിൽ ടൈറ്റിൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, മെയിൽ ID നമ്മൾ കൊടുത്തത് ഓട്ടോമാറ്റിക് അവിടെ വരും. ജെൻഡർ സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് എല്ലാം ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക. യുവർ അക്കൗണ്ട് ഇൻഫർമേഷൻ ഹാസ് ബീൻ സേവ്ഡ് എന്നൊരു മെസ്സേജ് വരും. അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ടാബ് സെലക്ട് ചെയ്യാം. വർക്കിംഗ് ഏരിയ. അതിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഏരിയ ടോപ്പിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് സേവ് ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ട് അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ടാബ് കാണാം, വർക്കിംഗ് ഏരിയ. ഇതുപോലെ വർക്കിംഗ് ഏരിയ സെലക്ട് ചെയ്യുക. ഇതിൽ ഒത്തിരി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാം. ഇതിൽ നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് ഏതാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ആണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണോ, ഏതോ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തത് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസസ് കാണാം. അതിൽ നമ്മളുടെ മേജർ ആക്ടിവിറ്റീസ് 500 വേർഡ്സ് ലിമിറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ് കോമ ഇട്ടിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ മേജർ ആക്ടിവിറ്റീസ് ബാർ അച്ചീവ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ട്രസ്റ്റിന് അല്ലെങ്കിൽ സൊസൈറ്റീസിന് NGOന് എന്തെങ്കിലും റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷൻ ജനറേറ്റ് യൂണീക്ക് ID ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ 100% കംപ്ലീറ്റഡ് എന്ന് കാണും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണ്, ഓട്ടോമാറ്റിക് അത് അപ്രൂവലിന് പോകും. ഇനി നിങ്ങൾക്ക് മെയിൽ IDയിൽ അല്ലെങ്കിൽ SMS ആയിട്ട് അപ്രൂവൽ യൂണീക്ക് ID ജനറേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, പ്രോപ്പറായിട്ട് റിപ്ലൈ തരാം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.